ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് പൂക്കിപ്പറമ്പിലാണ്. ഇന്നിവിടെ വന്നത് ഒരു വ്യത്യസ്തമായ ഒരു കലാകാരനെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. ചാനൽ ഷോ, മിമിക്രി, സിനിമ മേഖല, ഈ മേഖലയിലൊക്കെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ട ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. മിസ്റ്റർ രാജീവ്. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം അങ്ങനെ പോണ്, ഉഷാറായിട്ട് അങ്ങനെ പോണ്. ഓക്കെ, നല്ലൊരു ഏരിയയാണ് ഇവിടെ. അതെ അതെ, നിങ്ങളെ വീട് നിൽക്കുന്ന സ്ഥലം അതെ നാച്ചുറൽ ലെവലില് കിളികള്. എന്തായിരുന്നു ഈ ഇതിൽ ഫസ്റ്റിലെ തുടക്കം ഏത് മേഖലയിലൂടെയാണ്? മിമിക്രിയിലാണോ അല്ലെ? മിമിക്രി. അതിൽ കൂടെയാണ് മറ്റുള്ള മേഖലയിലൊക്കെ എത്തിപ്പെട്ടത്? അതെ അതെ, ഇങ്ങനെ സ്റ്റേജ് ഷോ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഇപ്പൊ ഒരു 25 വർഷമായി. കൂടുതൽ ഏതാണ് ചെയ്യുന്നത്? മിമിക്രിയിലെ ആക്ടർമാരാണോ അല്ലെങ്കിൽ? ആക്ടർമാർ അനുകരിക്കൽ തന്നെയാണ് കൂടുതലല്ലേ. ഏതായാലും നമുക്കൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെയ്യാം. ഓ തീർച്ചയായിട്ടും. സലീമേട്ടന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് സലികുമാർ. എന്താണ് പേര്? നല്ല പേര്, മിസ്റ്റർ മാധവ് നായർ. ഭഗീരഥ പിള്ളിയും ഇപ്പം പാപ്പച്ചും ചേർന്നെടുത്ത് വൃത്തികെട്ട പൊറോട്ട് നിരക്ക് തിരികെറ്റായി. എന്നെ കാണാൻ വലിയ ലുക്കുള്ളൂ, ഭയങ്കര ബുദ്ധിയാണ്, മേയാവി ആസാൻ. സിനിമാ മേഖലയിൽ എത്തിപ്പെടുന്നതിന് മുമ്പ് നമ്മൾ എത്തിപ്പെട്ട ചാനലിലാണ്. അത് കുറച്ച് നമ്മളെ മിമിക്രി ഇതുണ്ടല്ലോ, കോമഡി ഫെസ്റ്റിവല് മനോരമയിലെ കോമഡി ഫെസ്റ്റിവൽ സീസൺ 1 കഴിഞ്ഞിട്ട് സീസൺ 2 പോയി. 2 ഒരു ടീം ആദ്യം ഉണ്ടായിരുന്നു. പ്രേക്ഷകരെ അടുത്തത് ഭീമൻ്റെയാണ്. ഒരുപാട് നാളായി അവതരിപ്പിച്ചിട്ട് സ്കിറ്റിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ലേശൊരു പോരായ്മകളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. ഭീമൻ്റെ വരണം മിസ്റ്റർ എന്തു ചൂടൻ. മണപ്പള്ളി പൗത്രനെ തേടി നീ ഇവിടെ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. കുറച്ച് നാളായി കയ്യും കാലൊക്കെ ഒന്ന് ഇളക്കിയിട്ട്. നീയാണ് എന്നെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തെന്നറിഞ്ഞത് മുതൽ ഒരുങ്ങിയിരിക്കായിരുന്നു ഞാൻ ഒന്ന് പേഴ്സണലായിട്ട് കാണാൻ. എന്നാ വരട്ടേടാ പോപ്പേ. ഓപ്പേ സാബോർഡിനേറ്റാണ് നോക്കുകാരാ, മുട്ടുകാർ കാറ്റ് തന്നാലുണ്ടല്ലോ. താങ്ക് യു. മനോരമ കോമഡി ഫെസ്റ്റിവൽ സീസൺ 1 കഴിഞ്ഞിട്ട് 2 തുടങ്ങിയപ്പോൾ അതിൽ നമ്മളൊരു എന്തോ ഒരു ഭാഗ്യം പോലെ അതിൽ എത്തിപ്പെട്ട് സെമി ഫൈനൽ വരെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പോന്ന് പിന്നെ മനോരമയിൽ തന്നെ മിമിക്രി മഹാമേള, പിന്നെ ജനൻ ടി വി ഒരു പ്രോഗ്രാം വരുന്നത് കോമഡി ടിക്കറ്റ്സ്, അത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കോമഡി ഉത്സവം ഫ്ലവേഴ്സ് അത് ചെയ്ത്. എങ്ങനെ ഈ സിനിമയിൽ എങ്ങനെ നിങ്ങൾ എത്തിപ്പെട്ടത്? സിനിമയിൽ നമുക്ക് സൗഹൃദങ്ങൾ ഒരുപാടുണ്ട് കലാഫീൽഡിലുള്ള പല രീതിയിലുള്ള. അപ്പൊ ഫസ്റ്റ് ചെയ്തത് സുഡാനി ഫ്രം നൈജീരിയ. അതിലൊരു സീന്, ഒരു ബാങ്കിൽ സ്വർണം പണയം വയ്ക്കുന്ന ഒരു സീൻ ചെയ്തു. പിന്നെ നമ്മളെ മുഹമ്മദ് മുസ്തഫന്റെ ചേളാരി കപ്പേളയില് ഓട്ടോ ഡ്രൈവറായിട്ടൊരു വേഷം ചെയ്ത്. അതിനുശേഷം പിന്നെ നമ്മൾ നിർമ്മൽ പാലാഴി വിളിച്ചിട്ട് പറഞ്ഞൊരു പടത്തിൽ ചാൻസ് കോൺസ്റ്റബിൾ ആവാന്. അനക്ക് എന്തിന്റെ കേടാന്ന പടത്തിന്റെ പേര്. അതിൽ പോയിട്ട് കുറച്ച് സ്റ്റാറുകളുടെ ഇടയിൽ ഒരൊറ്റ സീന്. എന്നാലും അങ്ങനെയൊക്കെ ചെറിയൊരു ഭാഗ്യം ഈ ചെറിയ കലാകാരന് ഈ വയസ്സിന്റെ ഉള്ളിൽ വന്ന് ചേർന്നത് വലിയ ദൈവത്തിനോട് നന്ദി പറയാം. പിന്നെ ഇപ്പൊ അതിനുശേഷം ഉപ്പും മുളകും സീരിയല്, അതിലൊരു 5 എപ്പിസോഡ് ചെയ്ത്. അത് നമ്മളെ കപ്പേളേന്റെ ക്രിയേറ്റീവ് ഡയറക്ടറാണ് അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്, സുരേഷ് ബാബു. മൂപ്പരെല്ലാം വേഷം ചെയ്യുന്നുണ്ട് ഉപ്പുമുളകില്. ബാസി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ മലബാർ ഏരിയയിലെ ഒരു ബിരിയാണി വെപ്പുകാരൻ കുഞ്ഞാക്ക എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഒരു 5 എപ്പിസോഡ് ചെയ്ത് അതെല്ലാം നിൽക്കുകയാണ്, അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, സന്തോഷം തന്നെയാണ്. ഓരോ വർഷം കൊറോണയൊക്കെ കലാകാരന്മാർക്ക് ക്ഷീണം നൽകിയെങ്കിലും കൂടിയിട്ട് ഇപ്പൊ ഒക്കെ എല്ലാവർക്കും അവസരങ്ങൾ കുറേശ്ശെ ഉണ്ട്. വാരി വലിച്ച പരിപാടികളൊന്നും ഇല്ലെങ്കിലും ഓരോ വർഷം ചെല്ലുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വേദി എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാവും. ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് കിട്ടുന്നുണ്ട്, അതിൽ സന്തോഷമാണ്. എന്താ ആക്ച്വലി ജോലി എന്തായിരുന്നു? ജോലി സ്വർണ്ണപ്പണിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വെൽഡിങ്ങിന്റെ പണിക്കുണ്ട്, ഇൻഡസ്ട്രിയൽ വർക്ക്. ചെറിയ സന്തോഷമുണ്ട്. 25-ാം തീയതി വരുന്ന മെയ് 25-ന് രണ്ടാമത്തെ മകളെ കല്യാണം. 3 പെൺകുട്ടികളെ. മൂത്ത മകളെ കല്യാണം കൊറോണയിലായിരുന്നു, ആ സമയത്തായിരുന്നു. ഇനിയിപ്പോ ഒരു പേരക്കുട്ടി ഉണ്ട്, ദക്ഷ്. ഇപ്പൊ ഫാമിലി സപ്പോർട്ടൊക്കെ എല്ലാരും ഉണ്ട്, സപ്പോർട്ട് ഉണ്ട്. അപ്പൊ മരുമോനായാലും മൂപ്പര് റിയാദിലാണ്, സപ്പോർട്ടാണ്. അവിടെ ചെന്നാലും ഞാൻ പറയും പോകുമ്പോ ഫോണുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എല്ലാവരും സപ്പോർട്ടുണ്ട്. എല്ലാവരും മക്കളും വൈഫൊക്കെ സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ രാജേട്ടാ, ഇത്രയും നേരം നമ്മുടെ ചാനലിന് വേണ്ടി ആക്ട് ചെയ്ത നിങ്ങൾക്ക് വളരെ താങ്ക്സ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് നിങ്ങൾ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.